ആന 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 ആ ചൊറി ചൊരങ്ങ് ദാണ്ട ചിക്കൻ ബോസ് വരുന്നവരുടെ മുഖത്തെ പാട് അതിന് പച്ചക്ക് തേക്കണം. കയ്യിലിരിക്കുന്ന ഇഞ്ചിയാ മോനെ. ആദിവാസിയാണ്. സുഹൃത്തുക്കളെ, ഇഞ്ച തേച്ച് കുളിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കാലത്ത്? പണ്ട് കാലങ്ങളിൽ ഒരുപാട് ആൾക്കാർ, അതായത് അന്നത്തെ കാലത്ത് ചൊറിയും പുണ്ണൊക്കെ ഉള്ള സമയമായിരുന്നു. അന്നൊക്കെ ഇഞ്ച തേച്ച് കുളിക്കാത്ത ആരും തന്നെ ഇല്ല. ഇന്നിപ്പോൾ ഇഞ്ച തയ്യാറാക്കുന്ന ഒരു ചേച്ചിയെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാണുന്ന സ്ഥലം കണ്ടില്ല, ഇവിടെ വെളുത്തിരിക്കുന്ന സ്ഥലമുണ്ട്. ഇവിടെ ഇഞ്ച തയ്യാറാക്കുന്ന സ്ഥലമാണ്. അത് ഈ ചേച്ചി വനത്തിൽ പോയി ഇഞ്ച ശേഖരിച്ച് കൊണ്ടുവന്ന് അത് അതായത് നമ്മളിപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാൽ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഇഞ്ച മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നാൽ ഇത് ഇഞ്ച തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ആന അവിടെ നിൽക്കുന്നു, അതുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കുക. കാട്ടാന. ആന ഇറങ്ങും. ആന ഇറങ്ങുന്ന സ്ഥലം ആനയുണ്ട്, കടുവയുണ്ട്, പുലിയുണ്ട്, എല്ലാ ജീവജാലങ്ങളും ഉണ്ട്. ദോ മേടി നിൽക്കുന്നു ആന 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 നിൽക്കുന്നു. രണ്ടെണ്ണം ഉണ്ട്. ഒരു കൊച്ചതും ഒരു വലുതും. അല്ലല്ല, അത് വേറൊരെണ്ണത്തിന്റെ അടിച്ചു മാറ്റിക്കൊണ്ട് വരുക. കൂട്ടത്തിൽ നിക്കത്തില്ല. അടിച്ചു മാറ്റിയാൽ കൂട്ടത്തിൽ നിക്കത്തില്ല. അവിടുന്ന് മറു രാജ്യം കിടക്കും. മറുമല. ഉപദ്രവം ഒന്നുമില്ല. പക്ഷെ അതുങ്ങൾ ആ വഴിക്ക് പോകും. ഞാൻ ഈ വഴിയാ പോന്നെ. താര കണ്ടോ, അവിടുന്ന് അങ്ങോട്ടങ്ങ് പകല് മൊത്തത്തിൽ ഇറങ്ങും. പകലിറങ്ങും. ആളാനൊക്കെ ഇല്ലെങ്കിൽ, ആളാനൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ വന്ന് നിൽക്കും. അത് താരയാ, ആനത്താരയാ. ആരോട് ശല്യമില്ല. ഞാന് വർഷങ്ങൾ കൊണ്ട് എന്റെ ഭർത്താവ് ജീവിച്ചിരുന്ന സമയം തൊട്ട് ഞാൻ ഇഞ്ചതല്ല. ചെറുപ്പത്തില് ഇത് വനത്തിൽ നിന്ന് എടുക്കും. ഇതൊക്കെ നിക്കുന്നതിന്റെ അപ്പുറത്ത് കൂടെ വെട്ടിക്കൊണ്ട് വരും. ആന്ന് കഷ്ടപ്പെട്ട് കണ്ടോ, കഷ്ടപ്പെട്ട് രാവിലെ പോലും ഒരു കൂട്ടം കൊടുത്തില്ല. കണ്ടോ, തല്ലുന്നതേ ഉള്ളു. ആനയെ പേടിച്ച് വാരി കെട്ടിക്കൊണ്ട് നിൽക്കുക. നമ്മള് മനുഷ്യനല്ലേ, അത് അതിന്റെ വഴിക്ക് പോകും. അതൊക്കെ ശരിയാ. അത് തിരിഞ്ഞ് അവിടെ ചെന്ന് ഫോട്ടോ എടുക്ക. 100 രൂപ വെച്ച്. രാക്ഷസൻ ഞാൻ കണ്ട് പോകുന്ന വണ്ടിയെ ആന ദോ നിക്കുന്ന ആന മേടി. കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും തോറും അത് മാറി മാറി. അത് പെണ്ണുങ്ങളുടെ സംസാരം ഇഷ്ടമല്ല. ഞാനെന്നാ അങ്ങ് മുഴിക്കൽ ഇറങ്ങാന്നും കണ്ടാവാ. ഞാൻ ഓർത്ത് നീ ഇവിടെ കാണുന്നതാ. കേട്ടോ, ഈ ഒരു പീസാണ് 100 രൂപയ്ക്ക് കൊടുക്കുന്നത്. ഇത് എന്നാലും മനുഷ്യർക്ക് വാങ്ങിക്കാൻ ഭയങ്കര മടിയാ. ഇല്ല, 2 ദിവസത്തെ ഉണക്കേ ഉള്ളൂ. 2 ഏക്കർ നല്ല വെയിലുണ്ടെങ്കിൽ 2 ഏക്കർ 2 വെയിൽ കൊണ്ടാൽ മതി. നനയെ അതേ സൂക്ഷിക്കണം. കൈ കൊണ്ട് തൊടാൻ പറ്റത്തില്ല. പിന്നെ അത് വെട്ടിയിട്ട് ഇന്നിപ്പോ നിർത്തിയ ഞാൻ തല്ലാനോട് ഞാൻ അവിടെ കൊണ്ടിട്ട് തല്ലു. ഈ വഴിയൊക്കെ ഇറങ്ങി വന്നാല് അതിനെ നമ്മളെന്തിനാ നേരിടുന്നത്? ഇത്രയും പീസിനാണ് 100 രൂപ. ഇത്രയും പീസിന് ഇത്രയും നീളം ഉണ്ടല്ലേ? 2 മീറ്റർ ഉണ്ടെന്നോ നല്ലത്. ചേച്ചി വനത്തിലേതാന്ന് പറ. വനത്തിൽ നിന്ന് എടുത്ത് ചേച്ചി എന്തോ ഇവിടെ ഇഞ്ച തയ്യാറാക്കുന്നേ? ഇഞ്ച തയ്യാറാക്കി വനത്തിലെ ഇഞ്ച വെട്ടി തല്ലുന്ന ആദിവാസിയാണ് ഞാൻ. എത്ര വർഷമായി? ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ, എന്റെ കൊച്ചിലെ തൊട്ടേ ഇഞ്ച തല്ലാണ് എന്റെ ജോലി. എന്തൊക്കെ പ്രതിസന്ധികളാണ് നേരിടുന്നത്? പ്രതിസന്ധികൾ നേരിടുന്ന ആന, നമുക്ക് പുലി, പാമ്പ്, ഈ കാട്ടിൽ കയറിയ എന്തൊക്കെ മൃഗങ്ങളുണ്ടോ, കാട്ടുപോത്ത്,
ഇതുങ്ങളെയൊക്കെ പ്രസന്റ് ചെയ്താണ് ഇത് വെട്ടിക്കൊണ്ട് വന്ന് ഇവിടെ തല്ലുന്നത്. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആനയൊക്കെ വരാറുണ്ടോ ഇവിടെ? വരാറുണ്ട്. അന്നേരം ഞാൻ ഇഞ്ച കൊണ്ടില്ല കടയുടെ അടുത്ത് കൊണ്ടുപോയി നിന്ന് ഓടും. ഇപ്പൊ ഓടിയ പോലെ ഓടും. ഇപ്പോഴും ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തൊട്ട് ബാക്കിൽ ആന വന്ന് അത് ചേച്ചി ഇറങ്ങി ഓടുന്ന കണ്ടപ്പോ ഞാൻ വിചാരിച്ച് എന്തിനാ ഓടുന്നതെന്ന് വിചാരിച്ചു. പക്ഷെ അന്നേരമാണ് ഞങ്ങൾ വിചാരിച്ചാലപ്പോ ഞങ്ങൾക്ക് ചിലപ്പോ ഇത് തരാൻ വേണ്ടി ഓടിയതായിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷെ ഈ ആനയെ കണ്ടതുകൊണ്ടാണ് ഓടിയത്. ആനയെ കണ്ടോണ്ടാണ് ഓടിയത്. ഒരു ദിവസം എത്ര രൂപയ്ക്കൊക്കെ ചെയ്യുമായിരിക്കും? ചില ദിവസം കൊടുക്കത്തില്ല, ചില ദിവസം 100 രൂപയ്ക്ക് കൊടുക്കും, ചില ദിവസം ഒട്ടുമേ കൊടുക്കത്തില്ല. ഇന്ന് ഒട്ടും കൊടുത്തില്ല. ആവശ്യക്കാരില്ലേ ഇതിന്? ഇന്ന് ഇപ്പം ഈ ഉണക്കൊക്കെ ആയി കഴിഞ്ഞ മഴയല്ലായിരുന്നു, അതുകൊണ്ട് ജനങ്ങളെ ഒന്നും ഇല്ല. ജനങ്ങൾ വന്ന ഈ മഴ സമയത്ത് ഇവിടെ അങ്ങ് നിൽക്കാൻ ഭയങ്കര ഇതാണല്ലോ. അതുകൊണ്ട് ജനങ്ങൾ വന്ന് നിൽക്കത്തില്ല, അങ്ങ് പോകും. ഉണക്കാകുമ്പോൾ ഞായറാഴ്ച ദിവസം നല്ല കച്ചവടമൊക്കെ നടക്കും. 4-5 പുളി കൊടുക്കാം. ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതം. എനിക്ക് 60 വയസ്സുണ്ട്. 60 വയസ്സായി? 60 വയസ്സുണ്ട്. ഈ 60 വയസ്സിൽ ഇപ്പോഴും കാട്ടിൽ പോയി ഇഞ്ച വെട്ടി ദോ കിടക്കുന്നത് ഇതോടെ ഞാൻ വെട്ടി ഇഞ്ച കിടക്കുന്നു. കിടപ്പുണ്ടല്ലേ? അതെ, ഇതിന് തല്ലണം, ഇത് തല്ലണം. നമുക്ക് ഈ ഇഞ്ച ഒക്കെ എടുത്തു കൊണ്ടുവന്ന് ഇത് ഇങ്ങനെ ചെയ്ത് കൊടുക്കാനുള്ള അനുമതിയൊക്കെ ഫോറസ്റ്റുകാരെ ഒന്നും പറയത്തില്ല. ഇതാണ് ഇഞ്ച അല്ലേ? ഇതാ മുള്ളാകണ്ട, മുള്ള. മൊത്തം മുള്ളാണല്ലേ? ഈ മുള്ള എങ്ങനെ പോയി അവിടെ ചെന്ന് കട്ട് ചെയ്തോണ്ട് വരും? ഇത് വെട്ടി അവിടെ വെച്ച് പകുതി മുള്ള് കളഞ്ഞേച്ച് വെട്ടി എടുത്തോണ്ട് കെട്ടി ഇവിടെ കൊണ്ടുവരും. വള്ളിയാണ്ടോ കെട്ടിക്കൊണ്ട് വരും. കെട്ടിക്കൊണ്ട് വന്നാൽ ഇവിടെ ഇട്ടാ തല്ലുന്നേ. കാട്ടിൽ നിന്ന് നമുക്ക് തല്ലാൻ പറ്റത്തില്ല, പേടിച്ച്. കാട്ടിൽ നിന്ന് ഇത് മുള്ള. അല്ലല്ല, ദോ കിടക്കുന്നു ഇഞ്ച. ദോടല്ല, പുളിയില പോലെ കിടക്കുന്നു. പുളിയില പോലെ അത് ഇഞ്ച. ദാണ്ട് ഇവിടെ കിടക്കുന്നു. അത് ഇഞ്ചയാ, അത് ചെറിയ ഇഞ്ചയാ. അത് നമുക്ക് തല്ലിയാ കിട്ടത്തില്ല. ഇത് 100 രൂപ. ഉണങ്ങിയതാ. 60 വയസ്സിലും ഈ ഒരു വനത്തിൽ ആനയും പുലിയും കടുവയൊക്കെ ഉള്ള ഈ ഒരു വനത്തിൽ കയറി പോയി ഇഞ്ച ശേഖരിച്ചു കൊണ്ടുവന്ന് നമുക്ക് ഇത് മുറിച്ച് തരുമ്പോൾ ഒരു ഇഞ്ച ഒരു പീസിന് എത്ര? 100 രൂപ. 100 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ ആർക്കും വേണ്ട. കടകളിൽ പോയിട്ട് 250 ഗ്രാമിന് 100-150 രൂപ കൊടുത്ത് വാങ്ങിക്കാനാണെങ്കിൽ അവർക്ക് ഇഷ്ടമാണ്. ഇത് ആവശ്യക്കാർ തെരഞ്ഞു വരാറുണ്ടോ? വരാറുണ്ട്, നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ തൊട്ട് ബാക്കിൽ ആനയുണ്ട്. ആനയുടെ വിഷൽ കൂടി ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. മറ്റ് വിശേഷങ്ങളൊന്നുമില്ല. പിന്നെ എൻ്റെ മോനെ തലയ്ക്കൊരു സുഖമില്ലാത്ത മോനാണ്. അവനിന്ന് എൻ്റെ കൂടെ വന്നവനാ, അവൻ പൊക്കളഞ്ഞു, എന്നെ ഇട്ടേച്ച്. അല്ലാതെ മറ്റ് വിശേഷങ്ങളൊന്നുമില്ല. നമ്മളിങ്ങനെ പട്ടിണിയായി ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ എൻ്റെ മോളും 4 കൊച്ചുമക്കളും എൻ്റെ മോനും. എൻ്റെ മോളെ കെട്ടിച്ച് അടിച്ചുപുഴ. 4 കൊച്ചുമക്കളെ, ഒരു മോള് ഇവിടെ പഠിക്കുന്ന എലിമുള സ്കൂളിലെ. ഇതാണ് ഏക വരുമാനം? ഇതാ ഏക വരുമാനം. വേറെ ജോലിയൊന്നുമില്ല. വേറെ ഒരു ജോലിയില്ല. മോള് തൊഴിലുറപ്പിന് പോകും. എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പരമു എന്നാ പേര്. അപ്പോൾ ഈ ഒരു ഇഞ്ച കണ്ടില്ലേ? ഈ ഇഞ്ചയാണ് ഈ ഒരു കാട്ടിൽ പോയി ശേഖരിച്ചുകൊണ്ട് വന്നിട്ട് കണ്ട ഈ കാണുന്ന രീതിയിൽ തൊലി എടുത്ത് തരുന്ന ഇഞ്ച ഉണ്ടല്ലേ? ഇതിനാണ് 100 രൂപ ഉള്ളത്. ഇതുപോലും വാങ്ങിക്കാൻ ആൾക്കാരില്ലെന്നാണ് അമ്മ പറയുന്നത്. ഓരോ ദിവസവും വെട്ടി കഴിച്ചിട്ട് 100 രൂപയ്ക്ക് പോലും വിൽക്കത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു അടവിയിലോട്ട് കൊട്ടവഞ്ചി സ്ഥലത്തോട്ട് പോകുന്ന സമയത്ത് അമ്മയെ കാണുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇഞ്ച വാങ്ങിക്കുക, നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോവുക. തേച്ചൊരിച്ച് കുളിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഇതാണ്. അല്ലാതുള്ള റെഡിമെയ്ഡ് സാധനങ്ങളൊന്നും വാങ്ങിക്കാതെ ഇങ്ങനെയുള്ള നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതായിരിക്കും ബൈ.